കോഴിക്കോട് വലിയങ്ങാടി വഴി സഞ്ചരിക്കുന്നവർക്കറിയാം, ജാംബവന്റെ കാലത്തെ ബിൽഡിംഗ് ആണ് അവിടെ ഉള്ളത്. ആ ബിൽഡിംഗ് പൊളിച്ചു പണിയെടുക്കാൻ കഴിയാത്തതിന്റെ രണ്ട് കാരണങ്ങളാണ് എന്റെ ദൃഷ്ടിയിൽ വന്നിട്ടുള്ളത്. ഒന്ന്, അത് പൊളിച്ചു പണിയെടുത്തു കഴിഞ്ഞാൽ ഒരു നിശ്ചിത അകലം വിട്ടിട്ട് മാത്രമേ പുതിയ കെട്ടിടം പണിയെടുക്കാൻ പറ്റൂ. അതിനുള്ള ഗ്യാപ്പ് ഇല്ലാതെ പണ്ടത്തെ കാലത്തെ സിസ്റ്റം അനുസരിച്ച് ഉണ്ടാക്കി വെച്ചിട്ട് കെട്ടിടങ്ങളാണ്. അതുകൊണ്ട് പോകുന്നിടപാട് പോട്ടെ, ആര് ചത്താലും വേണ്ടില്ല എന്ന നിലപാട് കെട്ടിട ഉടമകൾ എടുക്കുന്നു. രണ്ടാമത്തെ മറ്റൊരു വിഷയം കണ്ടിട്ടുള്ളത്, പുതുക്കി പണിയാൻ സ്ഥലമുള്ളിടത്ത് ആ കടയിൽ നിലവിൽ വാടകക്കാരായിരിക്കുന്നവർ അത് ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. പുതുക്കി പണിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വാടകയ്ക്ക് കിട്ടില്ലല്ലോ. അതായത് ഏതോ കാലത്ത് ജാംബവന്റെ കാലത്ത് വാടകയ്ക്ക് എടുത്തു, അതിൽ നിന്ന് നിശ്ചിതമായ തുക മാത്രം കൂട്ടി വാടക കൂട്ടി 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 കൊണ്ടുവരുന്നു. ഇന്നത്തെ അനുസരിച്ചുള്ള വലിയൊരു വാടക അവർ കൊടുക്കേണ്ടതാണ്. പക്ഷേ നിയമം അങ്ങനെ അല്ലാത്തത് കൊണ്ട് ആ ഒരു 5% ചിലവ് കൂട്ടിയിട്ടുണ്ടാവും. അതനുസരിച്ച് തുച്ഛമായ വാടക മാത്രം ഈടാക്കിക്കൊണ്ട് അവിടെ നിൽക്കേണ്ട സാഹചര്യമുണ്ട്. ഈ ഉടമയെ സംബന്ധിച്ചിടത്തോളം അത് പൊളിച്ച് പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യമില്ല. ഇനി അഥവാ നിർബന്ധിച്ച് ഈ കടക്കാരനെ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അവിടെ ലക്ഷങ്ങൾ, അത്രയും കാലം അയാൾ വാടകയായിട്ട് വാങ്ങിയതിന്റെ എത്രയോ ഇരട്ടി നഷ്ടപരിഹാരമായി ഈ ഉടമയ്ക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കടയുടമയ്ക്ക്, ബിൽഡിംഗ് ഓണർക്കുള്ള കാര്യമല്ല പറഞ്ഞത്, ആ കട നടത്തുന്ന ഉടമയ്ക്ക്. ഇനി അങ്ങനെ ഈ കച്ചവടക്കാരന് ഈ കടയുടമ ഈ ബിൽഡിംഗ് ഓണർ കൊടുക്കാൻ തയ്യാറായില്ലെങ്കിലോ കേസായി, വഴക്കായി, പിന്നെ അത് നശിച്ച് നാരായണക്കല്ലിളകിയാലും ആ കേസ് ഇവിടെ തീരാനും പോകുന്നില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. ഏതായാലും 3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതായിട്ടാണ് ഇതുവരെ അറിയുന്നത്. വലിയൊരു ദുരന്തമാണ്. ആ മേഖലയിലുള്ള മുഴുവൻ കെട്ടിടങ്ങളും പൊളിച്ചു കളഞ്ഞിട്ട് ഒന്നുകിൽ ഉറപ്പുള്ള കെട്ടിടങ്ങൾ വെക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. ഏതായാലും അത് പൊളിച്ചു കളയാനുള്ള ഒരു നടപടി സമഗ്രമായിട്ട് ഉണ്ടാകണം. അത് കോഴിക്കോട് മാത്രമല്ല, ഒരുപാട് ഇടങ്ങളിൽ, മലബാറിന്റെ വിവിധ മേഖലകളിൽ ഇതുപോലെയുള്ള ഒരുപാട് ഗല്ലികളുണ്ട്, സ്ഥലങ്ങളുണ്ട്. പഴയ കെട്ടിടങ്ങൾ അപകടകരമായിട്ട് നിലനിൽക്കുന്ന സാഹചര്യം. അത് കെട്ടിടം പൊളിച്ച് പുതിയത് പണിയെടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്, കടയുടമകൾ അത് ഒഴിഞ്ഞു മാറി കൊടുക്കാത്തതുമുണ്ട്. ഈ 2 സാഹചര്യങ്ങളും ഗവൺമെന്റ് തലത്തിൽ തന്നെ ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഒട്ടേറെ ജീവനുകൾ ബലി കൊടുക്കപ്പെടും. Different angles. Don't forget to subscribe and support this channel.